കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാദം പൊളിയുന്നു. കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ ഷാലിക് KSU യൂണിറ്റ് സെക്രട്ടറി തന്നെ. KSUവിന്റെ പോസ്റ്റർ കൈരളി ന്യൂസിന്. ഷാലിക്ക് കളമശ്ശേരി പോളിടെക്നിക് സെക്രട്ടറി ആയിരുന്നപ്പോൾ KSU പുറത്തിറക്കിയ പോസ്റ്റർ കൈരളി ന്യൂസ് പുറത്തുവിടുന്നു. കൈരളി ന്യൂസ് പറഞ്ഞാൽ KSUക്കാർ കഞ്ചാവ് കടത്തുകാരാവില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. സാലി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സാലി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ അവിടെ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിക്കുകയാണ്. അതായത് കൈരളി ന്യൂസ് പറഞ്ഞാലൊന്നും KSUക്കാർ കഞ്ചാവ് കടത്തുകാരാവില്ല, അവർക്ക് അത്തരം പ്രവൃത്തികളുമായി ഒരു ബന്ധവുമില്ല, വളരെ സാധുക്കളായ നല്ലവരായ KSUക്കാരെ കുറിച്ച് കൈരളി അപവാദം പറയരുത് എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ പോസ്റ്റർ പുറത്തുവിടുകയാണ്. ഈ ഷാലിക്ക് KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി കളമശ്ശേരി പോളിടെക്നിക്കിലെ KSU യൂണിറ്റ് സെക്രട്ടറിയായി വരുന്ന സമയത്തെ പോസ്റ്റർ. ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമ്മി, അതായത് ഇന്നലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെയും ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും ചില മാധ്യമങ്ങളുടെയും സംശയം നമ്മളടക്കമുള്ളവർ തീർത്തു കൊടുത്തതാണ്. ഇയാൾ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, അയാൾ KSUവിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു, മെമ്പർഷിപ്പ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നു, അതടക്കമുള്ള കാര്യങ്ങൾ ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ട. ഇനി എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയൊരു പട്ടിക നമ്മൾ പുറത്തുവിടുകയാണ്. അത് KSUവിൻ്റെ കളമശ്ശേരി പോളി യൂണിയൻ ഭാരവാഹികളുടെ പട്ടിക ചിത്രം സഹിതം കളമശ്ശേരി പോളിടെക്നിക് KSU യൂണിറ്റ് പുറത്തുവിട്ട ആ പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ രണ്ടാമത്തെ പേരും ഫോട്ടോയും സെക്രട്ടറി ഷാലിഖ് KS. ഇപ്പോൾ അന്ന് KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, പുറത്തിറങ്ങി യൂത്ത് കോൺഗ്രസും KSU ഒക്കെ ആയി, ഇപ്പോൾ ജയിലിലുമാണ്. സംഭവം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഞ്ചാവ് കച്ചവടം നടത്തുന്നു. അതിൽ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് പിടികൂടിയ 2 കിലോ 1 കിലോ 1.9 കിലോ കഞ്ചാവ് എത്തിച്ച് നൽകിയത് ഈ ഷാലിക്കാണ് എന്ന് സ്ഥിരീകരിച്ചു. അയാളെ പിടിച്ചു, അകത്താക്കി. ഇനി ഇയാൾ കച്ചവടക്കാരനാണോ എന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശമില്ല, കാരണം അയാളും സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇയാൾ KSUക്കാരനാണോ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇന്നലെ തന്നെ നമ്മൾ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിലെന്തെങ്കിലും സംശയമുള്ളവർക്ക് പുതിയ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി KSU ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച് KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി തിരഞ്ഞെടുത്ത അവരുടെ ഭാരവാഹികളുടെ പേരും ഫോട്ടോയും വെച്ചുള്ള പട്ടികയാണ്. അത് KSU കളമശ്ശേരി പോളി യൂണിയൻ എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിൽ ചിത്രമുണ്ട്, മറ്റ് നേതാക്കളുടെ KSUവിൻ്റെ മറ്റ് യൂണിറ്റ് ഭാരവാഹികളുടെ ചിത്രങ്ങളുമുണ്ട്. ഏതായാലും അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇയാൾ ആരാണ് എന്നുള്ള വിവരം. ഇയാളുടെ പങ്കാളിത്തം എന്താണ് എന്നൊക്കെ നമ്മൾ ഇന്നലെ ഇന്നുമായി ചർച്ച ചെയ്തതാണ്. ഇയാളാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ വരെ കഞ്ചാവ് എത്തിച്ച് നൽകിയത്. ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളാണ് അത് ചെറു പാക്കറ്റുകളിലാക്കി മാറ്റാൻ വെയിങ് മെഷീൻ അടക്കം കൊണ്ടുവന്നത്. അങ്ങനെയാണ് ചെറിയ പാക്കറ്റുകളിലാക്കി കാമ്പസിലും പുറത്തും വിൽപ്പന നടത്തിയത്. ഇയാളാണ് ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരൻ. ഈ ഷാലിക്കാണ് ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയതും വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്നതും. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, മുൻപേ തുടങ്ങിയതാണെന്ന മൊഴി അയാൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇനി ഏതെങ്കിലും സംശയമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് പോലീസിൻ്റെ മൊഴിയും വായിച്ചു നോക്കാം. പോലീസിന് ഇയാൾ നൽകിയ മൊഴിയുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് കോടതിയിൽ ഉടൻ തന്നെ ഇന്നോ നാളെയോ സമർപ്പിക്കും. അപ്പോൾ അത് റിമാൻഡ് റിപ്പോർട്ടാണെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ പകർപ്പായി പുറത്തു വരും. അപ്പോൾ അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാകും. സാലിയിലേക്ക് തിരികെ എത്താം. അതിനു മുമ്പ് നമുക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ. പോലീസ് വളരെ കൈരളി പറഞ്ഞാൽ KSUക്കാരൻ വരില്ല, അതിൽ പ്രതിയാവില്ല. പോലീസാണ് അന്വേഷിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം കേസിൽ കുടുങ്ങിയത്. ഇനി KSUക്കാരെ വേണേൽ പെടുത്തണം. അത് പെടുത്താൻ, നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. സാലി തുടരുന്നു. സാലി, പ്രതിപക്ഷ നേതാവ് അത് പറയുന്നത് നമുക്ക് പിന്നെയും മനസ്സിലാക്കാം, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു സമീപനം, അതായത് SFIയുടെ പ്രവർത്തകനെ മെനിഞ്ഞാന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുമ്പോൾ SFI പ്രവർത്തകൻ എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇന്നലെ PS സഞ്ജീവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. PM ആർഷോ ഈ പോസ്റ്റ് ഇടുന്നത് വരെ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് വരെ നമ്മുടെ മാധ്യമങ്ങൾ ഈ വിവരം, ഇവർ KSUക്കാരാണ്, ഈ ഷാലിക്ക് KSUക്കാരാണ് എന്ന വിവരം അറിഞ്ഞില്ലേ? നിങ്ങളെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല എന്നാണ് PS സഞ്ജീവ് പറഞ്ഞത്. അത് മാത്രവുമല്ല,
ഈ ഒരു ഫോട്ടോ, ഇയാൾ മെമ്പർഷിപ്പ്, ഈ ഷാലിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഫോട്ടോ, അതുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായി നിൽക്കുന്ന ഫോട്ടോ, ഇതെല്ലാം വന്നിട്ട് ആ ഒരു ഫോട്ടോ ഒരിക്കലെങ്കിലും കാണിച്ച എത്ര മാധ്യമങ്ങളുണ്ട് സാലി? ഇവരാരെയാണ് ഈ സംരക്ഷിക്കുന്നത്? ഈ സമൂഹത്തിൻ്റെ ഒരു വിപത്ത് വരുമ്പോൾ ഒരുമയോട് നിന്ന് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നതിന് പകരം SFI എന്ന പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തുന്നത്. പക്ഷേ ഇത് പഴയ കാലമല്ല, പല വഴികളുണ്ട് ജനങ്ങൾക്ക് സത്യമറിയാൻ. അതുകൊണ്ട് പല വഴികളിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചേരും. ഇവരെത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. സാലി, ഷബി, അതായത് ഇന്നലെ കൈരളിയുടെ റിപ്പോർട്ടറോട്, ലേഖകനോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൈരളി പറഞ്ഞാൽ KSUകാരൻ പ്രതിയാകുമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് കേരളത്തിലെ UDF കോൺഗ്രസ് നേതാക്കൾ എത്തിയത് ഈ മാധ്യമ നിലപാട് കൊണ്ട് തന്നെയാണ്. കാരണം ഈ സംഭവത്തിൽ മാത്രമല്ല, സമീപകാലത്തുണ്ടായ ഒട്ടേറെ സംഭവങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന മാധ്യമ പരിലാളനയും പരിഗണനയും നമ്മൾ നിരവധി തവണ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ള, പക്ഷേ ഈ പരിലാളന നൽകുന്ന മാധ്യമങ്ങൾക്കും പരിലാളന ഏൽക്കുന്ന, പരിഗണനയുടെ സുഖമനുഭവിക്കുന്ന നേതാക്കൾക്കും മനസ്സിലാകാത്തൊരു കാര്യം, ഇതിനൊക്കെ അപ്പുറം ജനങ്ങൾ വിവരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന വസ്തുത തന്നെയാണ്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകുമായിരുന്നില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കഥകൾ മാധ്യമങ്ങൾ ED മറ്റ് സഹായത്തോടെ കേരളത്തിൽ പ്രചരിപ്പിച്ചു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ സമാന മറുപടി തന്നെയാണ് ഈ കേസിലും നമുക്ക് പറയാനുള്ളത്, വിലയിരുത്താനുള്ളത്. ഒന്ന്, ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളുടെ പരിലാളന കൊണ്ട് മാത്രം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, അതിൻ്റെ ശരിമയൊക്കെ പ്രതിപക്ഷം തന്നെ തീരുമാനിക്കേണ്ടതാണ്. വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട പ്രഥമമായ ചുമതലയുള്ള മാധ്യമങ്ങൾ ഒരു പക്ഷത്തിനെതിരെ വാർത്തകൾ ചമയ്ക്കുകയും മറുപക്ഷത്തിനെതിരായി പുറത്തു വരുന്ന വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചാലും തമസ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതിസന്ധി. ആ പ്രതിസന്ധിയാണ് ഇന്നലെ SFIയുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിലും പിന്നീട് നടന്ന ചാനൽ ചർച്ചകളിലും എല്ലാം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയത്. എന്തുകൊണ്ടാണ് ഈ ചിത്രം ഇന്നലെ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നതാണ്. ഇന്നലെ ഈ ഷാലിക്ക് KSUവിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത്, വനിതാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന് സമീപത്ത് നിൽക്കുന്നത്, അതിനൊപ്പം ആ തൊട്ടടുത്ത് തന്നെ KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ജിഷ്ണു നിൽക്കുന്നത്, ഇവരെല്ലാവരും കൂടി യോഗം ചേരുന്നത് ഒക്കെ അടക്കമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടും അതൊന്ന് പ്രസിദ്ധീകരിക്കാൻ ഇന്ന് വർത്തമാന പത്രങ്ങളോ ഇന്നലെ ചില ദൃശ്യമാധ്യമങ്ങളോ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അവരുടെ ആ കരുതലാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ ഈ കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്ത് പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രതിസന്ധി സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്.